നമസ്കാരം. കോവിഡ് മഹാമാരിയുടെ രണ്ടാം തരംഗം ഉച്ചസ്ഥായിയിൽ നിൽക്കുമ്പോഴും ഓഹരി വിപണിയിൽ മികച്ചു നിൽക്കുന്ന ഒന്നാണ് ഹെൽത്ത് കെയർ വ്യവസായം. ഈ 2021 ഇനി വരാനിരിക്കുന്ന IPOകളിൽ കുറേ ഫാർമ, ലൈഫ് സയൻസ് ബിസിനസ്സുകളും ഉൾപ്പെടുന്നു. ഏകദേശം 7000 കോടി രൂപയാണ് ഇവർ വിപണിയിൽ നിന്ന് സമാഹരിക്കാൻ ഉദ്ദേശിക്കുന്നത്. ഷെയർ മാർക്കറ്റ് മികച്ചു തന്നെ നിൽക്കുകയാണല്ലോ. ഇൻഡെക്സുകൾ പുതിയ റെക്കോർഡ് ഉയരത്തിലും എത്തിയിരിക്കുന്നു. ഇനി കോവിഡിൻ്റെ ഒരു മൂന്നാം തരംഗം ഉണ്ടാകുമെന്നും ചില റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. അതായത് ഫാർമ, ലൈഫ് സയൻസ് വ്യവസായം കൂടുതൽ ലൈം ലൈറ്റിലേക്ക് എന്നർത്ഥം. വരാനിരിക്കുന്ന ആ മേഖലയിലെ IPOകൾ ഏതെല്ലാമാണ് എന്ന് നമുക്കൊന്ന് നോക്കാം. ഞാൻ നിങ്ങളുടെ സനിൽ പെരുന്തോട്ടത്ത്. ഈ വീഡിയോ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ബെൽ ബട്ടൺ അമർത്തുക. അങ്ങനെയെങ്കിൽ ഞാൻ പുതിയ വീഡിയോ പബ്ലിഷ് ചെയ്യുന്ന അതേ സെക്കൻഡിൽ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കും. പിന്നെ കമൻറ്റ് ചെയ്യാനും മറക്കരുത്. നമുക്കിനി വീഡിയോയിലേക്ക് കിടക്കാം. ഞാൻ ഇതിന് തൊട്ട് മുമ്പ് ചെയ്ത വീഡിയോ നിങ്ങളെല്ലാവരും കണ്ടു കാണുമെന്ന് വിചാരിക്കുന്നു. 2021 ഇനി വരാനിരിക്കുന്ന IPOകളെ കുറിച്ചാണ് നമ്മളതിൽ ചർച്ച ചെയ്തത്. ഏകദേശം 28ഓളം കമ്പനികളുടെ വിശദാംശങ്ങളാണ് നമ്മളതിൽ ചർച്ച ചെയ്തത്. അതിൽ പെടുന്ന ഒന്നാണ് ഗ്ലെൻമാർക്ക് ലൈഫ് സയൻസ് എന്ന് പറയുന്നത്. ഗ്ലെൻമാർക്ക് ഫാർമ എന്ന ലിസ്റ്റഡ് കമ്പനിയുടെ 100% ഓളി ഓൺ സബ്സിഡിയറിയാണ്. അതായത് 100% അവരുടെ സബ്സിഡിയറി ആയിട്ടുള്ള ഒരു കമ്പനിയാണ് ഗ്ലെൻമാർക്ക് ലൈഫ് സയൻസ് എന്ന് പറയുന്നത്. ഇവർ 1160 കോടി രൂപയാണ് വിപണിയിൽ നിന്ന് സമാഹരിക്കാൻ ഉദ്ദേശിക്കുന്നത്. അവർ അതിന് വേണ്ടിയിട്ടുള്ള പ്രോസ്പെക്ടസ് എല്ലാം സെബിയിൽ ഫയൽ ചെയ്ത് കഴിഞ്ഞു. അടുത്ത് തന്നെ ഗ്ലെൻമാർക്ക് ലൈഫ് സയൻസിൻ്റെ ഇഷ്യൂ നമുക്ക് വിപണിയിൽ പ്രതീക്ഷിക്കാവുന്നതാണ്. ഈ 1160 കോടി രൂപയും അവർ ഫ്രഷ് ഇഷ്യൂ ആയിട്ടാണ് വിപണിയിൽ നിന്ന് സമാഹരിക്കാൻ ഉദ്ദേശിക്കുന്നത്. അതുകൂടാതെ പ്രൊമോട്ടേഴ്സിൻ്റെ കയ്യിലുള്ള ഓഹരികൾ വിറ്റഴിക്കുന്നത് എത്രയാണെന്നുള്ളത് നമുക്ക് അറിവായിട്ടില്ല. എന്തായാലും 1160 കോടിയുടെ ഫ്രഷ് ഇഷ്യൂ ഉണ്ട്. അതിൻ്റെ കൂടെ ഓഫർ ഫോർ സെയിലും കൂടി കൂടുമ്പോൾ കുറച്ചുകൂടി വലിയ ഒരു ഇഷ്യൂ ആയിരിക്കും ഇത് എന്നുള്ളത് നമുക്ക് എന്തായാലും ഉറപ്പിക്കാവുന്നതാണ്. എന്തായാലും ഗ്ലെൻമാർക്കിൻ്റെ ഒരു സബ്സിഡിയറി ആയിട്ടുള്ള ലൈഫ് സയൻസിൻ്റെ ഇഷ്യൂവിന് വേണ്ടിയിട്ട് നമുക്ക് കാത്തിരിക്കാവുന്നതാണ്. തത്വചിന്തൻ ഫാർമ ആണ് മറ്റൊരു കമ്പനി. ഫാർമസ്യൂട്ടിക്കൽ രംഗത്തുനിന്ന് ഇപ്പോൾ IPO നടത്താൻ ഉദ്ദേശിക്കുന്ന പ്രോസ്പെക്ടസ് സെബിയിൽ ഫയൽ ചെയ്ത് കാത്തിരിക്കുന്ന ഒരു കമ്പനിയാണ് തത്വചിന്തൻ ഫാർമ എന്ന് പറയുന്ന കമ്പനി. 450 കോടി രൂപയാണ് അവർ വിപണിയിൽ നിന്ന് സമാഹരിക്കാൻ ഉദ്ദേശിക്കുന്നത്. അതിൽ പകുതി ഫ്രഷ് ഇഷ്യൂ ആണ്, ബാക്കി ഓഫർ ഫോർ സെയിൽ ആയിരിക്കും. അപ്പോൾ തത്വചിന്തൻ ഫാർമയുടെ ഇഷ്യൂവും ഉടൻ തന്നെ വിപണിയിൽ വരുമെന്നുള്ളത് ഉറപ്പായിരിക്കുകയാണ്. ഇനി വരാനിരിക്കുന്ന IPOകളിൽ പ്രധാനപ്പെട്ട ഒന്നാണ് സുപ്രിയ ലൈഫ് സയൻസ് ലിമിറ്റഡ് എന്ന് പറയുന്നത്. മഹാരാഷ്ട്ര ബേസ് ചെയ്തിട്ടുള്ള ഒരു കമ്പനിയാണ്. അവർ 1200 കോടി രൂപയാണ് വിപണിയിൽ നിന്ന് സമാഹരിക്കാൻ ഉദ്ദേശിക്കുന്നത്. സുപ്രിയ ലൈഫ് സയൻസ് ലിമിറ്റഡ് 200 കോടി രൂപയാണ് ഫ്രഷ് ഇഷ്യൂ ആയിട്ട് മാർക്കറ്റിൽ സമാഹരിക്കുന്നത്. അത് കൂടാതെ 1000 കോടി രൂപ അവരുടെ പ്രൊമോട്ടറായിട്ടുള്ള സതീഷ് വാമൻ വോ എന്ന് പറയുന്ന ഈ ചിത്രത്തിൽ കാണുന്ന അദ്ദേഹം വിറ്റഴിക്കാൻ ഉദ്ദേശിക്കുന്നു. അപ്പോൾ അത്രയും വരുമ്പോൾ ടോട്ടലായിട്ട് 1200 കോടി രൂപയാണ് സുപ്രിയ ലൈഫ് സയൻസ് എന്ന് പറയുന്ന ഈ ബൾക്ക് മെഡിസിൻ ഉൽപ്പാദകരായിട്ടുള്ള ഈ കമ്പനി മാർക്കറ്റിലേക്ക് വരുന്നത്. ഇവർ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആക്റ്റീവ് ഫാർമസ്യൂട്ടിക്കൽ ഇൻഗ്രീഡിയൻസ് ആണ് പ്രധാനമായിട്ടും നിർമ്മിക്കുന്നത്. മരുന്നുകൾക്ക് ആവശ്യമായിട്ടുള്ള മറ്റു മെഡിസിൻസിനും മറ്റു കമ്പനികൾക്കും എല്ലാം ആവശ്യമായിട്ടുള്ള ഔഷധങ്ങൾക്ക് മെഡിസിൻസിന് ആവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ്, അതിൻ്റെ ഘടകങ്ങളെല്ലാം നിർമ്മിക്കുന്ന കമ്പനിയാണ് സുപ്രിയ ലൈഫ് സയൻസ്. അവർ ഇപ്പോൾ 1200 കോടി രൂപയുടെ ഇഷ്യൂവുമായിട്ട് അതിൻ്റെ പ്രോസ്പെക്ടസ് എല്ലാം സബ്മിറ്റ് ചെയ്ത് അതിൻ്റെ അപ്രൂവലൊക്കെ കിട്ടി കാത്തിരിക്കുകയാണ്. അപ്പോൾ ഏത് നിമിഷവും അവരുടെ ഇഷ്യൂവും മാർക്കറ്റിലേക്ക് എത്തുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. വിൻഡിലാസ് ബയോടെക് ലിമിറ്റഡ് ആണ് ഇനി ഓഹരി വിപണിയിലേക്ക് വരാനിരിക്കുന്ന മറ്റൊരു ഫാർമസ്യൂട്ടിക്കൽ കമ്പനി എന്ന് പറയുന്നത്. 165 കോടി രൂപയാണ് അവർ ഫ്രഷ് ഇഷ്യൂ ആയിട്ട് മാർക്കറ്റിൽ നിന്ന് സമാഹരിക്കുന്നത്. അത് കൂടാതെ 51.4 ലക്ഷം ഓഹരികൾ അവരുടെ പ്രൊമോട്ടേഴ്സ് വിൽക്കുന്നുണ്ട്. അത്രയും നമ്പർ ഓഫ് ഷെയർസ്, അതിൻ്റെ വാല്യൂ നമുക്ക് മനസ്സിലായിട്ടില്ല. എന്തായാലും അതും കൂടി വരുമ്പോൾ 165 എന്നുള്ളത് കൂടിയ ഒരു എമൗണ്ട് ആയിരിക്കുമെന്ന് വിചാരിക്കാം മാർക്കറ്റിൽ നിന്ന് അവർ സമാഹരിക്കുന്നത്. അവരുടെ പ്രൊമോട്ടേഴ്സ് ആയിട്ടുള്ള വിമല വിൻഡിലാസ്, പിന്നെ കോർപ്പറേറ്റ് പ്രൊമോട്ടറായിട്ടുള്ള ടാനോ ഇന്ത്യ പ്രൈവറ്റ് ഇക്വിറ്റി ഫണ്ട്, ഇവരെല്ലാമാണ് 51.4 ലക്ഷം ഓഹരികൾ വിറ്റഴിക്കുന്നത്. SBI ക്യാപിറ്റലും ഡാം ക്യാപിറ്റൽ, IIFL സെക്യൂരിറ്റീസ്, ഇവരൊക്കെയാണ് ഇവരുടെ ലീഡ് മാനേജേഴ്സായിട്ട്. സെബിയിൽ ഇപ്പോൾ പേപ്പർ സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞു. പ്രിലിമിനറി ലെവലിലാണിപ്പോൾ. അതിൻ്റെ അപ്രൂവൽ ഉടൻ തന്നെ ഉണ്ടാകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം.
ഓഹരി വിപണിയിൽ നിന്ന് പണം സ്വരൂപിക്കാൻ കാത്തിരിക്കുന്ന മറ്റൊരു കമ്പനിയാണ് എംക്യൂർ ഫാർമസ്യൂട്ടിക്കൽസ് ലിമിറ്റഡ് എന്ന് പറയുന്നത്. ഇത് സതീഷ് മേത്ത എന്ന് പറയുന്ന ഈ ചിത്രത്തിൽ കാണുന്ന അദ്ദേഹമാണ് ഇതിലെ പ്രധാന പ്രൊമോട്ടർ. അത് കൂടാതെ ബയാൻ ക്യാപിറ്റൽ എന്ന് പറയുന്ന ഒരു കോർപ്പറേറ്റ് പ്രൊമോട്ടർ കൂടിയുണ്ട്. അപ്പോൾ ഇവർ എത്ര എമൗണ്ട് കൃത്യമായിട്ട് നമുക്കിപ്പോൾ അറിവായിട്ടില്ല. എന്തായാലും എംക്യൂർ ഫാർമസ്യൂട്ടിക്കൽസ് വിപണിയിലേക്ക് എത്താനായിട്ട് പ്ലാൻ ചെയ്യുകയാണ്. അവർ അതിൻ്റെ പ്രിലിമിനറി പേപ്പേഴ്സൊക്കെ സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ബയാൻ ക്യാപിറ്റൽ പൂർണ്ണമായിട്ടും ഇതിൽ നിന്ന് ഒഴിവാവുകയാണോ എന്ന് സംശയമുണ്ട്. അവർ പൂർണ്ണമായിട്ടും അവരുടെ കയ്യിലുള്ള ഓഹരികൾ വിൽക്കുകയാണോ എന്ന് നമുക്കറിയില്ല. എന്തായാലും ഫ്രഷ് ഓഹരികൾക്കൊപ്പം തന്നെ നല്ല ഒരു എമൗണ്ട് ഓഫർ ഫോർ സെയിൽ ഇവരുടേതായിട്ടുണ്ടാവുന്നതാണ് ഇപ്പോൾ കിട്ടുന്ന ഇൻഫർമേഷൻ. എന്തായാലും എംക്യൂർ ഫാർമസ്യൂട്ടിക്കൽസിൻ്റെ ഓഹരികൾക്കും നമുക്ക് കാത്തിരിക്കേണ്ടതായിട്ട് ഉണ്ട്. ഈ വർഷം ഇനി വിപണിയിൽ എത്താൻ പോകുന്ന മറ്റൊരു ഫാർമസ്യൂട്ടിക്കൽ കമ്പനി വീത ക്ലിനിക്കൽ റിസർച്ച് എന്ന് പറയുന്ന കമ്പനിയാണ്. അവരൊരു 500 കോടി രൂപയ്ക്കുള്ള ഇഷ്യൂമായിട്ടാണ് മാർക്കറ്റിലേക്ക് വരാൻ പോകുന്നത്. എന്തായാലും മർച്ചന്റ് ബാങ്കേഴ്സ് അതിൻ്റെ വർക്കുകൾ തുടങ്ങിയിട്ടുണ്ട്. പേപ്പർ വർക്ക് തുടങ്ങിയിട്ടേ ഉള്ളൂ. സെബിയിൽ പേപ്പർ സബ്മിറ്റ് ചെയ്തിട്ടില്ല. ജയം ഫിനാൻഷ്യലും SBI ക്യാപിറ്റലുമാണ് ഇവരുടെ ലീഡ് മാനേജേഴ്സായിട്ട് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ വീത ക്ലിനിക്കൽ റിസർച്ച് എന്ന് പറയുന്ന കമ്പനി നമുക്ക് ഈ വർഷം തന്നെ എന്തായാലും മാർക്കറ്റിൽ വരുമെന്ന് പ്രതീക്ഷിക്കുക. എന്തായാലും കോവിഡിന്റെ 3ാം തരംഗത്തെക്കുറിച്ചുള്ള ഭയപ്പാടുകളാണ് എല്ലായിടത്തും എങ്കിൽ പോലും നമ്മുടെ സ്റ്റോക്ക് മാർക്കറ്റ് എന്തായാലും ഉയർന്നു തന്നെ നിൽക്കുകയാണ്. സെൻസെക്സും അതെ നിഫ്റ്റിയും പുതിയ ഉയരങ്ങൾ കീഴടക്കിക്കൊണ്ടിരിക്കുകയാണ്. മാർക്കറ്റിന് എന്തായാലും സ്ട്രോങ് ആണ്. ഫാർമസ്യൂട്ടിക്കൽ കമ്പനികൾക്ക് എന്തായാലും നമുക്കറിയാവുന്ന പോലെ തന്നെ അതൊരു ഫണ്ടമെന്റൽ അറിവ് മാത്രമാണ്. ഓഹരി വിപണിയിൽ സ്ട്രോങ് ആയിരിക്കും ലൈഫ് സയൻസും ഫാർമസ്യൂട്ടിക്കൽ കമ്പനികളിൽ. ഹെൽത്ത് കെയർ മൊത്തം പറയുകയാണെങ്കിൽ എന്തായാലും നമുക്കൊരു മികച്ച ബെറ്റായിട്ട് തന്നെ കരുതാം. നല്ല കമ്പനികൾ നോക്കിയിട്ട് നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ ഇൻവെസ്റ്റ് ചെയ്ത് തുടങ്ങാവുന്നതാണ്. IPO വരെ കാത്തു നിൽക്കേണ്ട ആവശ്യമില്ല. ഓരോ വീഴ്ചയിലും ഓരോ കറക്ഷനിലും നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്ത് തുടങ്ങണമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. അതുപോലെ നല്ല ഈ പറയുന്നതിൽ നല്ല ഇഷ്യൂകൾ വരുമ്പോൾ അതിൻ്റെ ഓരോ ഇഷ്യൂ വരുമ്പോഴും അതേക്കുറിച്ച് നമ്മൾ കൂടുതൽ വിശദമായിട്ടുള്ള അതിൻ്റെ ഡീറ്റെയിൽസ് ആയിട്ടുള്ള വീഡിയോകൾ ഞാൻ ഇടുന്നതാണ്. അതുകൂടി കണ്ടിട്ട് നിങ്ങൾ തീരുമാനമെടുക്കണം. എന്തായാലും എഡ്യൂക്കേഷന് വേണ്ടിയിട്ട് നല്ല വീഡിയോകൾ ഇത്തരത്തിൽ നമ്മൾ ചെയ്യുന്നുണ്ട്. എന്തായാലും ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് ഞാൻ കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. നേരത്തെ പറഞ്ഞ പോലെ കമൻസ് ഇടാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഇത് അയച്ചു കൊടുക്കുകയും വേണം. ഓക്കെ, നന്ദി, നമസ്കാരം. മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് ഉടനെ തന്നെ കാണാം.